ഈ പുറത്തിറങ്ങുമ്പോൾ ആളുകളൊക്കെ എന്ത് പേര് പറഞ്ഞാ വിളിക്കുന്നത്? ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള സീരിയലിൽ എനിക്ക് കറുത്തമുത്ത് വെച്ചിട്ട് ഞാൻ മുത്തുമോളായിരുന്നു. മുത്തുമോള്. അപ്പോൾ ആ ടൈമിൽ അയ്യോ മുത്തുമോള് മുത്തുമോള് മുത്തുമോള്. അതിനുശേഷം ഞാൻ 2 വർഷം ഗ്യാപ്പായിരുന്നു. ഞാൻ ഓക്കെ. വേറെ സീരിയലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്തെങ്കിലും കാരണമുണ്ടോ? അത് പഠിക്കണം എന്ന് പഠിക്കണം. വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് 2 വർഷം, പിന്നെ കൊറോണയൊക്കെ ആയിട്ട് പിന്നെ 2 വർഷം ഞാൻ ബ്രേക്ക് ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ 6ാം ക്ലാസ്സിലാണ് പിന്നെ ഉണ്ടായിരുന്നത് റാണി രാജ എന്ന് പറഞ്ഞൊരു സീരിയൽ ഞാൻ കയറിയത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സീരിയൽ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എല്ലാം അറിയപ്പെട്ട ഒരു സീരിയൽ എന്ന് പറയുന്നത് മഴതോര മുൻപേ. ഓക്കെ. അപ്പം അതിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോയാൽ അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയാൽ രേവതിക്കുട്ടിയല്ലേ, അപ്പോൾ അവർ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നത് വിചാരിക്കും, നമ്മൾ വിചാരിക്കും ഓ ഇപ്പോൾ അവർ വെച്ചിട്ട് അയ്യോ മോളെ എന്ന് പറഞ്ഞ് വരുമ്പോൾ മേ ബി ഇനി നമ്മുടെ കസിൻസ് ആണോ നമ്മളെ റിലേറ്റീവ്സ് ആണോ അറിയാവുന്നവരാണോ? അങ്ങനെ തോന്നും നമുക്ക്. അതേപോലെ അവർ വന്നിട്ട് ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന അയ്യോ രേവതിക്കുട്ടിയല്ലേ, ഞങ്ങൾ എന്നും കാണും, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര സ്വീറ്റായിട്ട് അവരുടെ ആ മെമ്മറബിൾ അവർ തരുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് അതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹിച്ച് അവരുടെ ഒരു ആള്, അവരുടെ ഒരു ഫാമിലിയിലുള്ളൊരു മെമ്പർ എന്ന രീതിയിൽ അവരെല്ലാവരുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. കെസി എന്ന റിയൽ ലൈഫിൽ സ്വഭാവമുള്ള വ്യക്തി ആ രേവതിക്കുട്ടിയുമായിട്ട് എന്തെങ്കിലും കമ്പാരിസൺ ഉണ്ടോ? പിന്നെ ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ പിന്നെ ഉണ്ട് അതുണ്ട്. എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ, ഞാൻ രേവതിക്കുട്ടി ടു എക്സ്ട്രോവേർട്ടാ. ഓക്കെ. ഞാൻ അത്ര ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കംഫർട്ട് ആയിട്ടുള്ള പീപ്പിൾസിനടുത്ത് ഭയങ്കര എക്സ്ട്രോവേർട്ടാ. അത് രേവതിക്കുട്ടിയിലുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഗ്രേസമ്മയുടെ അടുത്ത് മാമസിൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റൂഡല്ല, ഒരു സ്നേഹ രീതിയിൽ ഞാൻ അങ്ങ് ഭരിക്കും. അതേ സെയിം രീതിയിൽ ഞാൻ എൻ്റെ മുത്തശ്ശിയോട് ചെയ്യുന്നുണ്ട്. ഒരു പൊട്ടിത്തെറി പെണ്ണ്. ഒരു പൊട്ടിത്തെറി പെണ്ണ്, എല്ലാം അങ്ങ് വായി തോന്നി വിളിച്ച് പറയും. പിന്നെ അതെല്ലാം കംഫർട്ട് ആയിട്ട് ആൾക്കാരുടെ അടുത്ത് ഉള്ളൂ, മനസ്സിലൊന്നുമില്ല, എല്ലാം അങ്ങ് പറയും. എല്ലാം അങ്ങ് പറയും. അപ്പോൾ അത് തന്നെയാണ് രേവതിക്കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ. രേവതിക്കുട്ടി ഭയങ്കര ടു എക്സ്ട്രോവേർട്ട് ആണ്. പിന്നെ എല്ലാം അങ്ങ് മുഖത്തടിച്ച് പറയും. അലീന ചേച്ചിയുടെ കൈയാളെന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ തന്നെയാ. ഒരു വലം കൈ. ആ ഒരു വലം കൈ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ തന്നെ എനിക്കിഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ നിൽക്കും. പിന്നെ ഭയങ്കര ടു എക്സ്ട്രോവേർട്ട് ആണ്. ഏകദേശം എല്ലാം സെയിമാ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ക്യാരക്ടർ ഭയങ്കര ഫ്രീലി ആയിട്ട് ചെയ്യാൻ ഇപ്പൊ പറ്റുന്നുണ്ട്. തന്നെ കമന്റ് ബോക്സുകളിൽ ചില കമന്റുകൾ വരുന്നുണ്ട്, ഈ രേവതിക്കുട്ടി ഓവർ ആക്ടിങ് ആണ്. പക്ഷെ അതിലെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഇവിടെ ഞാനുള്ള മറ്റാർട്ടിസ്റ്റോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു കഥാപാത്രത്തിന് ആ ഒരു ഓവർ ആക്ടിങ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലേ? അതെ, എനിക്ക് കുറെ ഹേറ്റ് കമന്റ്സ് വരുന്നുണ്ട്. വരുന്നത് എന്തൊക്കെയാ? വരുന്നതെന്ന് പറയുമ്പോൾ എന്തൊരു ഓവറാണ് ഈ കൊച്ചി, ഇത്രയും ഓവറായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇച്ചിരി മിനിമലൈസ് ചെയ്യണം, ഇത്രയൊന്നും വേണ്ട, ഇത് ഭയങ്കര ഓവറാണ് എന്നൊക്കെ പറയും. ഓവർ സ്മാർട്ടാണ്, ഇത് ഓവറായിട്ട് ആക്ട് ചെയ്യുന്നു, എന്തിനാണ് ഇത്ര ഓവറായിട്ട് അഭിനയിക്കുന്നത്, ഓവറായിട്ട് എക്സ്പ്രഷൻസ് ഇടുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര ഹേർട്ടാവും അത് കേൾക്കുമ്പോൾ. അയ്യോ നമ്മൾ ഓവറായിട്ട് ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ ഞാൻ അവസാനം കുറയ്ക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കഥാപാത്രത്തിൽ ഡിമാൻഡ് ചെയ്യുന്നതല്ലേ ഈ ഓവർ? ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ഓവർ സ്മാർട്ടായിട്ട് എല്ലാവരുടെ അടുത്ത് സംസാരിക്കുന്നു, എടുക്കുന്നു, എല്ലാം ഓവർ സ്മാർട്ടാ. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത്, പ്രേക്ഷകരോട് തന്നെ പറഞ്ഞു. അതെ, ഞാൻ ചെയ്യുന്നത് കുറച്ച് ഓവർ സ്മാർട്ടായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ ഓവർ സ്മാർട്ടായിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ രീതിയിൽ ഞാൻ ഓവർ സ്മാർട്ടായി ചെയ്യുന്നതല്ല. എൻ്റെ അടുത്ത് പറഞ്ഞ രീതിയിൽ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഒരു സ്മാർട്ട് ഗേൾ, ഭയങ്കര ടു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളൊരു ഗേൾ, അതേപോലെ ഞാൻ എന്നെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. താങ്ക് യു. ഈ ഒരു സിംപ്ലിസിറ്റിയും ഈ ഒരു സംസാരം തന്നെ കെസിയുടെ വിജയം. താങ്ക് യു. വീട്ടിലൊക്കെ എല്ലാവരും സപ്പോർട്ടാണോ? വീട്ടിൽ എല്ലാവരും സപ്പോർട്ടാണ്. എല്ലാവരും കൂടുതലും എൻ്റെ അച്ഛനാണ് എല്ലാത്തിലും സപ്പോർട്ടും. എൻ്റെ സീരിയലിൽ ഇതിലും എല്ലാത്തിലും പുറകെ നടന്ന് നീ ഇങ്ങനെ ചെയ്യടി എന്നൊക്കെ പറയുന്നത് എൻ്റെ അച്ഛനാണ്. അതൊക്കെ വലിയ സപ്പോർട്ടല്ലേ? പലപ്പോഴും പല കുട്ടികൾക്കും എങ്ങൊന്നും സപ്പോർട്ട് ഇല്ലെങ്കിലും വീട്ടുകാരുടെ സപ്പോർട്ട് വലിയൊരു സപ്പോർട്ടാണ്. അതെ, ശരിയാ. എനിക്ക് എൻ്റെ പാരൻസിൽ നിന്ന് എനിക്ക് ഇതുവരെ ഒരു നെഗറ്റീവായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അവർക്ക് ഞാനിപ്പോൾ എൻ്റെ അച്ഛനായപ്പോലും അച്ഛനക്ക് ഞാൻ ഈ ഒരു ഫീൽഡിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന് ഈ പുതിയ ക്യാരക്ടേഴ്സ് വരുന്ന അല്ലെങ്കിൽ പുതിയ സീരിയൽ ചെയ്യുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെയാണ് എൻ്റെ അമ്മയ്ക്കും ഞാൻ ഓരോ ക്യാരക്ടർ ചെയ്യുന്നത് ഇഷ്ടമാണ്. അതേപോലെ ചെയ്യാനും പറയും. പിന്നെ ഇവർ രണ്ടുപേരും ഇങ്ങനെ പറയും അടുത്തത് ഇങ്ങനെ ചെയ്യണം. അവരെന്നെ എനിക്കിങ്ങനെ തിരിച്ചു തരും, അടുത്ത ആക്ടിങ് നീ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയും. അങ്ങനെ പാരൻസ് അങ്ങനെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് സപ്പോർട്ട് തിരിച്ചു തരും. അഥവാ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ടൂ ആയിട്ട് ഓവർ സ്മാർട്ട് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കുറയ്ക്കാന്നുണ്ടെങ്കിൽ അവർ പറയും നീ ഇതിൽ ഇങ്ങനെ ചെയ്യണം കിച്ചൂസേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. കിച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. കിച്ചു എന്നൊരു പേരുണ്ട് കേട്ടോ ഗസിയയ്ക്ക്. ഇവിടെ എന്നെ എല്ലാവരും എന്നെ കിച്ചു എന്നാ വിളിക്കുന്നത്. അറിയാവുന്ന എല്ലാവരും എന്നെ കിച്ചു എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഞാനും വിളിക്കട്ടെ കിച്ചുവേ. അപ്പം ബിഗ് ബോസിൽ ഉണ്ടെന്ന് കേട്ടോ? ഞാനോ? ഇല്ല. ഇവിടെ ഉള്ള ഒരാളുണ്ട്, മനീഷ് ആന്റി. അല്ല, ഈ വരുന്ന സീസണിൽ കെസിയ ബിഗ് ബോസിൽ ഉണ്ടെന്ന്? പിന്നെ അങ്ങനൊന്നും ഇല്ല. അപ്പൊ ഞാൻ കേട്ടതാ അല്ലേ? കേട്ടതാ. താല്പര്യമുണ്ടോ? ഇല്ല. പാട്ട് പാടും? പാട്ട് പാടും ചോദിച്ചാ അപ്പൊ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട്, അതോ എനിക്ക് വേണ്ടിയാണ് പാടുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് പാട്ടാണോ?
மூச்சவ பேச்சவ சொல்லு அழகவ எனக்குள்ள கலக்கிற ஆக்சிஜன் அழகவ யாரவ ஸ்டாரவ அவன் தாயின்னவ ஒரலையவ கலையவ அழகிய நிழவவ நிழலிலும் ஜொலிக்க நிரந்தர மொழியவ சரியவ தவறன சிரிக்கிற சிரிப்புக்கு அவன்தான் காரணமா. ഇതെനിക്ക് വേണ്ടി പാടിയതല്ലേ? ഏതായാലും ഒരുപാട് സന്തോഷം. Oh my അപ്പൊ God. മുന്നോട്ടുള്ള ജീവിതത്തിൽ രേവതിക്കുട്ടി ഇതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകരുടെ Thank മനസ്സിൽ you. ഇനിയും ഇടം നേടട്ടെ. Thank you. സൂപ്പർ ഹിറ്റായ ഈ ഒരു സീരിയല് ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ പോട്ടെ. Thank you അപ്പൊ so മുന്നോട്ടുള്ള much. ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. Okay, thank you.